പാലാ നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ ഏപ്രിൽ മാസ പൊതുയോഗം നടന്നു. യോഗത്തിൽ NCS അംഗമായ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായി ചാർജ് എടുത്ത ഷാഹിന രാജീവിനെ ആദരിച്ചു. പാലാ നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗം ചേർന്നത്. പ്രസിഡന്റ് മഹൽ മോഹൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് സ്വാഗതം ആശംസിച്ചു. ഈ സംഘടന കഴിഞ്ഞ നാളുകളിൽ വളരെ ഭംഗിയായി കൃത്യമായി അതിന് ഏകോപനം സംഘടിപ്പിക്കുക എന്നതാണ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം. ഭരണകാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ സെക്രട്ടറിയോ മറ്റു കമ്മിറ്റികളോ ഒക്കെ ആയിരുന്നില്ല. പക്ഷേ അതിനൊരു ഏകോപനം എന്ന് പറയുന്നതാണ് ഒരു പ്രസിഡന്റിന്റെ ചുമതലയുള്ളത്. ആ ഏകോപനം വളരെ കൃത്യമായി നിർവഹിച്ചു വരുന്ന ബഹുമാനായ മകളേന്ന് ഞാൻ ഈ യോഗത്തിന് വേണ്ടി ഔപചാരികമായി ഞാൻ സ്വാഗതം പറയുന്നു. യോഗത്തിൽ വെച്ച് NCS അംഗമായ TN രാജീവൻ നായരുടെ ഭാര്യ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായി ചാർജ് എടുത്ത ഷാഹിന രാജീവനെ ആദരിച്ചു. സെക്രട്ടറി MR സാബുരാജൻ മുൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് അനിൽ തനിമയെയും തിരുവുത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ മനോജ് തനിമയെയും ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് കിഡ്നി രോഗിക്ക് സഹായധനം വിതരണം ചെയ്തതിൽ യോഗത്തിൽ വെച്ച് അനുമോദനം നൽകി. ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ട് മുത്തോലി പഞ്ചായത്ത് കമ്മിറ്റിയും അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ഭരണസമിതി അംഗങ്ങളും എല്ലാം ഫണ്ട് സമാഹരണത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകി കാര്യങ്ങൾ നടത്തി. എന്നാൽ ആ ഫണ്ട് സമാഹരണം ഇതുവരെയൊന്നും ആയിട്ടില്ലെന്നാണ് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം എത്തിയിട്ടുള്ളതെന്ന് അറിയുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട 2 അംഗങ്ങൾ അവരുടെ പഞ്ചായത്തിലല്ലെങ്കിലും മേവിട പുറക്കാട്ട് ദേവീക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ ഈ വിവരം അവസാന നിമിഷമാണ്, ഉത്സവ നോട്ടീസൊക്കെ ആയിക്കഴിഞ്ഞാണ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെയുള്ള ആൾക്കാരിൽ നിന്നും ഉത്സവത്തിൻ്റെ ആരംഭ ദിവസം തന്നെ 1 ലക്ഷം രൂപ ആ വേദിയിൽ വെച്ച് ആ കുട്ടിക്ക് കൈമാറുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം മീനപ്പൂര ദിവസം വീണ്ടും 1 ലക്ഷം രൂപ കൂടി ചികിത്സാ സഹായ ധനമായി കൈമാറുകയുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തേണ്ടതാണ്. സൊസൈറ്റി സംബന്ധമായ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സി സാഗർ യോഗത്തിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു. i4U ന്യൂസ് പാലാ.